ഹലോ ഗായ്സ്, നല്ല ചൂട് ചൂട് പപ്പടം ഞാൻ നല്ല ഷടപ്പടയെന്ന് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ ഭയങ്കര സംഭവ ബഹുലമായിട്ടൊന്നും ഇല്ല ഗൈസ്. ഇന്നലത്തെ ചോറും കുറച്ച് തൈരും ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾക്ക് തൈര് സാദം ഉണ്ടാക്കാം. പേഴ്സണലി എനിക്കതുണ്ടാക്കാൻ അറിയത്തില്ലെങ്കിലും അറിയാത്ത കാര്യങ്ങൾ എങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് റൂംമേറ്റിൻ്റെ ചില്ലി ഫ്ലേക്സ് അവൾ അറിയാതെ അടിച്ചു മാറ്റി ഞാൻ എൻ്റെ കറിക്കകത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ കളത്തരങ്ങളൊക്കെ നമുക്ക് രസമുള്ള പരിപാടിയല്ലേ. അപ്പോൾ തൈര് സാദം അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പോയിന്റ്. സത്യത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊടിച്ച് കുറച്ച് തൈര് ഒഴിച്ച് ചോറും ഇട്ട് മിക്സ് ചെയ്ത് പുരട്ടി എടുത്തു കഴിഞ്ഞാൽ തൈര് സാദം ആകുമായിരിക്കുമെന്ന്. അങ്ങനെയല്ലേ? അല്ലെങ്കിൽ നമ്മുടെ പഴങ്കഞ്ഞി തൈര് വെച്ച് കഴിക്കുന്നതൊക്കെ ഒരു എഫക്റ്റ്. സോ ഇത് ബസ്മതി റൈസ് ആണെങ്കിൽ ലോങ് റൈസാണ് കഴിച്ചത്. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. എന്നാലും ഞാൻ ഇതിനൊരു നാടൻ ടച്ച് കൊണ്ടുവരാനുള്ള കഷ്ടപ്പെട്ട് ശ്രമത്തിലായിരുന്നു. ആൻഡ് അതിലോട്ട് തൈരിട്ടു. പക്ഷേ ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രം ഉണ്ടാക്കുന്നതാണ് ഞാൻ. സോ ഇത് ഫ്ലോപ്പ് ആവാനും ശരിയാവാനും സാധ്യതകളേറെയാണ്. എനിവേ ഞാനിത് ഉണ്ടാക്കി കഴിച്ചു നോക്കി. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ ഗൈസ്. വെയിറ്റ് ആൻഡ് വാച്ച്. ടാ.